അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദർസ് 2, അതായത് രണ്ടാമത്തെ ക്ലാസ്. ആദാബു തിലാവ, പാരായണത്തിൻ്റെ മര്യാദകൾ. അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. അത് ഓതലും ഓത്ത് കേൾക്കലും ഖുർആനിലേക്ക് നോക്കൽ പോലും ഇബാദത്താണ്. ഖിറാഅത്ത് തജ്വീദോടു കൂടി ആയിരിക്കണം. ഖുർആൻ പാരായണത്തിന് ധാരാളം അദബുകളുണ്ട്. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്നും അത് ആദരിക്കപ്പെടേണ്ടതാണെന്നും ഉള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. സാധിക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥവും ആശയവും ചിന്തിക്കുക. മിസ്വാക്ക് ചെയ്യുക. ശരീരം, വസ്ത്രം, ഓതുന്ന സ്ഥലം എന്നിവ ശുദ്ധിയുള്ളതായിരിക്കുക. ഉളൂ ഉണ്ടായിരിക്കുക. സുഗന്ധം പൂശുക. കിബിലക്ക് അഭിമുഖമായി ഇരിക്കുക. പാരായണം ആരംഭിക്കുമ്പോൾ അഥവാ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ അഊദ് ഓതുക. ബറാഅത്ത് സൂറത്ത് അല്ലാത്ത എല്ലാ സൂറത്തുകളിലും ബിസ്മി ഓതുക. മഖ്റജും നിയമങ്ങളും പാലിച്ചും ശബ്ദഭംഗിയിലും ആകർഷണ ശൈലിയിലും ഭക്തി ആദരവിലും പാരായണം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യണം. ഖിറാഅത്ത് നിർത്തിയാൽ സദഖല്ലാഹുൽ അലിയ്യുൽ അലീം വസദ്ദക വബല്ലഗ റസൂലുഹുൻ നബിയുൽ കരീം എന്ന് ചൊല്ലണം. ഇതൊക്കെ പാരായണത്തിൻ്റെ മര്യാദകളാണ്. ഖുർആനിൻ്റെ സ്ഥാനത്തിന് യോജിക്കാത്ത ഒന്നും ഓതുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ കേൾക്കുന്നവരിൽ നിന്നോ ഉണ്ടാവരുത്. വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതും മൗനം പാലിക്കേണ്ടതുമാണ് ഖിറാഅത്ത്. ഖിറാഅത്ത് കേൾക്കുമ്പോൾ നാം മൗനം പാലിക്കണം. മഗ്ഫിറത്തിൻ്റെ ആയത്തുകൾ ഓതുമ്പോൾ മഗ്ഫിറത്തിനെ ചോദിക്കണം. അദാബിൻ്റെ ആയത്തുകൾ ഓതുമ്പോൾ അദാബിനെ തൊട്ട് അഭയം തേടണം. റഹ്മത്തിൻ്റെ ആയത്തുകൾ ഓതുമ്പോൾ റഹ്മത്തിനെ തേടണം. സജ്ദയുടെ ആയത്തുകൾ ഓതുമ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണം. രാവിലെ, അതുപോലെ മഗ്രിബിന് ശേഷം, അർദ്ധരാത്രി എന്നീ സമയങ്ങൾ ഖുർആൻ ഓതാൻ ഏറ്റവും അഫ്ളലായ സമയമാണ്. ഖുർആൻ മുഴുവനും ഓതിക്കഴിഞ്ഞാൽ ഫാത്തിഹയും ശേഷം അൽ-ബഖറ സൂറത്തിലെ ആദ്യത്തെ 5 ആയത്തുകളും കൂടി ഓതി ദുആ ചെയ്യണം. ഖത്മുൽ ഖുർആൻ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖത്മുൽ ഖുർആൻ, ഒരു ഖത്തം തീർന്നു കഴിഞ്ഞാൽ അതിനുള്ള ദുആ ചെയ്യുമ്പോൾ ആ ഒരു ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ വന്ന ഒരു ദുആ, ഖത്തം ഓതിക്കഴിഞ്ഞാൽ നാം ദുആ ചെയ്യേണ്ട ഒരു ദുആ ഉണ്ട്. അത് ഹദീസിൽ വന്നതാണ്. അല്ലാഹുമ്മ റഹംനി ബിൽ ഖുർആനിൽ അളീം വജഅൽഹു ലീ ഇമാമൻ വഹുദൻ വനൂറൻ വറഹ്മ. اللهم ذكرني منه ما نسيت وعلمني منه ما جهلت وارزقني تلاوته آناء الليل والنهار واجعله لي حجة يا رب العالمين. ഖുർആനിൻ്റെ അഹ്ലുകാരിൽ അല്ലാഹ് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹ് ഈ ക്ലാസ് എപ്പോഴും ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണം. അല്ലാഹ് ഇതിൽ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.